രാജ്യത്തെ വിമാന ടൂർ ബുക്കിംഗ് വിമൻ മേക്ക് മൈ ട്രിപ്പിൽ 3400% കുതിപ്പാണ് ലക്ഷദ്വീപ് തിരഞ്ഞവരുടെ എണ്ണത്തിലുള്ളത്. മാലദ്വീപിന് പകരം ലക്ഷദ്വീപ് വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ വലിയ ഒരു ക്യാമ്പയിൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. സിനിമാ താരങ്ങളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വന്നതോടെ സംഭവത്തിന്റെ വ്യാപ്തി തന്നെ മറ്റൊരു തലത്തിലേക്ക് മാറി. പ്രാദേശിക ബീച്ചുകൾ തിരഞ്ഞുകൊണ്ടുള്ള ഗൂഗിൾ സെർച്ചിലെ കുതിപ്പും ഇത് അടിവരയിടുന്നു. ഇതോടെ ബീച്ചസ് ഓഫ് ഇന്ത്യ എന്ന ക്യാമ്പയിൻ തുടങ്ങാൻ ടൂർ കമ്പനികളും നിർബന്ധിതരായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ഈസ്മൈ ട്രിപ്പ് നേരത്തെ മാലദ്വീപ് വിമാന ബുക്കിംഗുകൾ സസ്പെൻഡ് ചെയ്തിരുന്നു. അതേസമയം ലക്ഷദ്വീപിന്റെ വികസനത്തിനായി ഇടപെട്ട് ഇസ്രയേലും രംഗത്ത് വന്നു. ദ്വീപ് സമൂഹത്തിൽ വികസനത്തിന് വിവിധ പദ്ധതികൾ തയ്യാറാക്കിയതായി രാജ്യം അറിയിച്ചു. നാളെ മുതൽ ശുചീകരണ പദ്ധതികൾ ഉൾപ്പെടെ ആരംഭിക്കും. സർക്കാർ ആവശ്യപ്രകാരം ജലശുദ്ധീകരണ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ലക്ഷദ്വീപ് സന്ദർശിച്ചിരുന്നതായി ഇസ്രയേൽ വ്യക്തമാക്കി. നേരത്തെ അതൃപ്തി അറിയിക്കാൻ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ ഇന്ത്യ വിളിപ്പിച്ചതിന് പിന്നാലെ തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ മാലദ്വീപ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മുനു മഹാവറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.